ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ ഗ്ലാമർ കീപ്പ് ചെയ്യുന്ന ആളാണോ? അതെന്താണ്? അതായത് നമ്മൾ പലപ്പോഴും പല സിറ്റുവേഷനിലും പലരെയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊരു ഗ്ലാമർ കീപ്പ് ചെയ്ത് പോകും എന്ന് പറഞ്ഞാൽ അവരൊരു ഒരു സ്റ്റാറ്റസ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കയ്യിൽ ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഉണ്ടായിരിക്കാം, അവർക്കൊരു രണ്ട് നില വീടുണ്ടായിരിക്കാം, അവർക്കൊരു ഇന്നോവ കാർ ഉണ്ടായിരിക്കാം, അവർക്കൊരു ഫോർച്യൂണർ ഉണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അടുത്തൊരു സ്റ്റേജ്, അവർക്കൊരു മാരുതി കാർ ഉണ്ടായിരിക്കാം, അവർക്കൊരു യമഹ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരിക്കാം, അവർ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അവരുടെ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തു പോകും. പലപ്പോഴും ഈ സ്റ്റാറ്റസുകളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാം. ലൈഫിന്റെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഫിനാൻസ് പരമായി കുറവ് വരാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരേ സ്റ്റാറ്റസിൽ ജീവിച്ച ആളെന്ത് വിചാരിക്കും? ഞാൻ ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, ഞാൻ ആ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവിടെയാണ് പോയിന്റ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള തോട്ട് പ്രോസസ്സിൽ ഇവരെന്ത് ചെയ്യും? അതേ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വീണ്ടും 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 കാശുകൾ കടം വാങ്ങിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. കാരണം ഇവർ ആ ഒരു ലെവലിൽ നിന്നും ആ ഒരു പിടുത്തത്തിൽ നിന്നും താഴോട്ട് വരാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ചു കൂടുതലായിട്ട് അവരൊരു വീണ്ടും ഒരു കഷ്ടത്തിലോട്ട് അവർ പോകാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് ഒരുപാട് വീണ്ടും ഫിനാൻസ് പരമായിട്ടുള്ള ബാധ്യതകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് എന്താണ്? കാരണം എക്സാമ്പിൾ, നമ്മൾ കടയിൽ പോകുന്നു, ആ വ്യക്തി ഒരു കടയിൽ പോകുന്നു. അവിടെ ആദ്യമൊക്കെ ഒരു മാർക്കറ്റിൽ പോയിട്ട് വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അവിടെ ഇരിക്കുന്ന ആ ഒരു മർച്ചന്റ് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ആളാ, മാഡം വരണം, സാർ വരണം, ഇത് വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഒരു ഒരു ഈഗോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു സ്റ്റാറ്റസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഇദ്ദേഹം ഫിനാൻസ് പരമായി കുറഞ്ഞിരിക്കുന്ന സമയത്തും അയാൾ ഇൻവൈറ്റ് ചെയ്യും. അയാൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റൂല, എന്നാലും ഇദ്ദേഹം പോകും. അവരെന്ത് വിചാരിക്കും? നമ്മൾ വെറും താഴ്ന്നവരായി പോയോ, അല്ലെങ്കിൽ തീരെ ഫിനാൻസ് പരമായി പൈസ ഇല്ലാത്തവരായി പോയോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു അതിശക്തമായ ഒരു സാഡ്നെസ്സിലൂടെ തള്ളപ്പെടാം. അങ്ങനെ ആ ഒരു സാഡ്നെസ്സിലൂടെ തള്ളപ്പെടുമ്പോൾ അയാൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇതിനെയാണ് ഒരു ലൈഫ് സ്റ്റൈൽ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പറയാം. താങ്ക് യു വെരി മച്ച്.